റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. പാലാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ നിഷ ജോസ് കെ മാണിയെ കളത്തിലിറക്കാൻ കേരള കോൺഗ്രസ് നീക്കം. സ്ത്രീ വോട്ടുകൾ കൂടുതൽ ലഭിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് പ്രതീക്ഷ. മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ നിഷ ജോസ് കെ മാണി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. നിഷ ജോസ് കെ മാണിയെ പരിഗണിക്കുന്നത് മുന്നിൽ കണ്ടാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ പരസ്യമായി നിർദ്ദേശിച്ചത് എന്നാണ് സൂചന. ആദിൽ പാലോട് റോഷി അഗസ്റ്റിൻ അങ്ങനെ ഒന്നും കാണാതെ ചെയ്യുന്ന കക്ഷിയല്ല അല്ലേ? നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ ഒരു മോഹം ആരുടെയോ ഉള്ളിൽ മുള പൊട്ടിയപ്പോഴേ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് നീക്കം അല്ലേ? കേരള കോൺഗ്രസ് ആണ്. ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും അല്ലേ? അതിൽ ഉറപ്പായും റോഷി അസലൊരു കേരള കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ മണത്തറിഞ്ഞു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഏതായാലും നിഷ ജോസ് കെ മാണിയെ ജോസ് കെ മാണിക്ക് പകരക്കാരി എന്ന രൂപത്തിൽ ഇത്തവണ പാലായിൽ മത്സരിപ്പിക്കാനാണ് നീക്കം കേരള കോൺഗ്രസ് എമ്മിൽ നടക്കുന്നത്. സംബന്ധിച്ചുള്ള ചർച്ചകളും ആലോചനകളും ഉണ്ട്. അത് പ്രാഥമിക ഘട്ടത്തിലാണ്, ഔദ്യോഗികമായി അതിന് വരാനിരിക്കുന്നു. ഏതായാലും ജോസ് കെ മാണി പാലായിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ച് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വരുന്നത്. നിഷ ജോസ് കെ മാണി പാലാ മണ്ഡലത്തിൽ സജീവമാണ്. നിഷ മത്സരിച്ചാൽ സ്ത്രീ വോട്ടുകൾ കൂടുതലായി ലഭിക്കും. അങ്ങനെയെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന കണക്കുകൂട്ടലിലേക്ക് പാർട്ടി എത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF-ന്റെ ഭാഗത്ത് നിന്ന് മാണി സി കാപ്പൻ, BJP-യുടെ ഭാഗത്ത് നിന്ന് ഷോൺ ജോർജ്, LDF-ന്റെ ഭാഗത്ത് നിന്ന് നിഷയോ അതോ ജോസോ എന്ന ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിഷ തന്നെ മത്സരിക്കാനുള്ള സാധ്യത എന്ന നിലയിലേക്ക് അവസാനപ്പെട്ട ചർച്ചകൾ പോവുകയാണ്. ഇതിലെ പൊളിറ്റിക്സ് എന്നത് രാഷ്ട്രീയം റോഷിയുടെ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. നിഷയെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകളും ആലോചനകളും മാണിസാറിൻ്റെ വീട്ടിൽ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ റോഷി അത് മനസ്സിലാക്കുകയും പിന്നീട് ചെയർമാൻ തന്നെ മത്സരിക്കും, ജോസ് കെ മാണി തന്നെ പാലയിൽ ഇറങ്ങും, മത്സരിക്കും, അവിടെ വിജയിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചത് അത് മണത്തറിഞ്ഞാണ് എന്ന വ്യാഖ്യാനവും അഭ്യൂഹവും അന്തരീക്ഷത്തിലുണ്ട്. ഏതായാലും നിഷ ജോസ് കെ മാണിയെ സജീവമായി പരിഗണിക്കുകയാണ് പാലാ മണ്ഡലത്തിൽ അരുൺകുമാർ.